والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ച അധ്യായങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത് നമ്മുടെ നാവുകളിലൂടെയും മറ്റും നാം അറിയാതെ സംഭവിക്കുന്ന ഷിർക്കൻ സംസാരങ്ങളും അല്ലെങ്കിൽ കുഫ്രൻ സംസാരങ്ങളും അതിനെ തൊട്ട് ജാഗ്രത കാണിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. നമുക്കറിയാം, തൗഹീദിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞ ഒരു വ്യക്തി അവനിൽ തൗഹീദിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ തൗഹീദിന് കളങ്കം വരുന്നതിനെ തൊട്ട് അവൻ അങ്ങേയറ്റം ജാഗ്രത കാണിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. അതല്ലാതെ ലാഘവ ഭാവത്തിൽ, സംസാരത്തിൽ ശ്രദ്ധയില്ലാതെ, പെരുമാറ്റത്തിൽ ശ്രദ്ധയില്ലാതെ തൗഹീദിന് കളങ്കം വരുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു മുവഹിദ് പ്രവർത്തിക്കുകയില്ല. ഇനി വരുന്ന അധ്യായങ്ങളും അസ്ലിൽ തൗഹീദ് അംഗീകരിക്കുന്ന മുവഹിദായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അധ്യായങ്ങളാണ്. പലപ്പോഴും തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ധാരണ കൊണ്ടോ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും പല മുവഹിദീങ്ങൾക്ക് പോലും അബദ്ധം സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത അധ്യായത്തിൽ അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ബാബു മൻ സബ്ബദ്ദഹർ ഫഖദ് ആദല്ലാഹ്, കാലത്തെ ചീത്ത പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അധ്യായമാണ്. കാലത്തെ ചീത്ത പറയുന്നവൻ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അപമര്യാദയിൽ പെരുമാറിയവനാണ്. അല്ലാഹുവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് കാലത്തെ ചീത്ത പറയൽ എന്നർത്ഥം വരുന്ന അധ്യായമാണ്. നോക്കൂ സഹോദരങ്ങളെ, തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഒരു മുഅ്മിൻ അവന്റെ സംസാരത്തിൽ മര്യാദയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും അവന്റെ റബ്ബിന്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്, റബ്ബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്, റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് മര്യാദയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നത് ബാബു മൻ സബ്ബദ്ദഹർ. സബ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക എന്നുള്ളതാണ്. അതിലേറ്റവും മോശപ്പെട്ടത് ശപിക്കുക എന്നുള്ളതാണ്. ചീത്ത പറഞ്ഞാലും ശപിച്ചാലും അതെല്ലാം സബ് എന്നുള്ള ഇനത്തിലാണ് വരിക. അതുപോലെ സബ് എന്ന് പറയുന്നത് ഒരാളെ കൊച്ചാക്കി കാണിക്കുക, അല്ലെങ്കിൽ ഒരാളിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്ന് ആക്ഷേപിക്കലൊക്കെ ഒരു ചീത്ത പറയലാണ്. ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ കേവലം എന്തെങ്കിലും ചീത്ത വാക്കുപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല അറബിൽ സബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചീത്ത വാക്കുപയോഗിക്കുന്നത് ചീത്ത പറയലാണ്, സംശയമില്ല. അതുപോലെ ഒരാളെ കുറവാക്കി പറയുക, ഇത് സബ്ബാണ്. ആക്ഷേപിച്ചു പറയുക, ഇതൊക്കെ സബ്ബാണ്, ഇതൊക്കെ ചീത്ത പറയലാണ്. ബാബു മൻ സബ്ബദ്ദഹർ. എന്താണ് ദഹർ എന്ന് പറയുന്നത്? കാലം എന്ന് പറയുന്നത് ഇതാണ്. ഈ രാവും പകലും ഒക്കെ മാറി മാറി മറയുന്നത്, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും, ഇതെല്ലാം കാലമാണ്. ഈ കാലത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ ചീത്ത പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ബാബു മൻ സബ്ബദ്ദഹർ. ഈ കാലത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിന് ചീത്ത പറയുക. നശിച്ച കാലം, നശിച്ച ദിവസം എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥകൾ, അതിനെക്കുറിച്ച് ചീത്ത പറയുക. നശിച്ച മഴ, നശിച്ച കാറ്റ് പോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ വരുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. തൗഹീദിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ട മര്യാദയിൽ കുറവ് വരുത്തുന്ന ആളുകളിൽ പലപ്പോഴും ഇത് കാണാറുണ്ട്, അല്ലെ? പലപ്പോഴും മഴയ്ക്ക് വേണ്ടി ധാരാളമായി പ്രയാസപ്പെടുന്ന മനുഷ്യർ 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ അതിന് ചീത്ത പറയുന്നത് കാണാൻ സാധിക്കും. നശിച്ച മഴയാണ്, ഒരു വെയിൽ പോലുമില്ല. ഇതേ വ്യക്തി 1-2 മാസം മുമ്പ് ശക്തമായ ചൂടുണ്ടാകുമ്പോൾ നശിച്ച ചൂട് അല്ലെങ്കിൽ നശിച്ച വെയിൽ എന്ന രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് വിരോധാഭാസമാണ്. പെട്ടെന്ന് തന്നെ അവന്റെ അവസ്ഥ മാറുകയാണ്.
ഒരു മുഅ്മിൻ ഒരിക്കലും അങ്ങനെ ചീത്ത പറയുകയില്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ബാബു മൻ സബ്ബ ദഹർ ഫഖദ് ആദല്ലാഹ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ എന്ന് പറയുന്ന വാക്കിന് ഉപദ്രവം നടത്തി എന്നൊക്കെ പറയാം. പക്ഷേ അതിന്റെ വിശാലമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ സബ്ബ് എന്ന് പറയുന്നത്, ചീത്ത പറയുക എന്ന് പറയുന്നത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ആ ചീത്ത പറയൽ ഒരു ഉപദ്രവമായി തീരുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുക എന്നുള്ളത് തന്നെ മതിയായതാണ്. കാരണം സബ്ബ് എന്ന് പറയുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മോശം വാക്കുപയോഗിച്ച് പറയണമെന്നില്ല. അത് സബ്ബാണ്, സംശയമില്ല. അതുപോലെ ഒരാളിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവ് അയാളെ എടുത്തു പറയുക, അതും ഒരു സബ്ബ് തന്നെയാണ്. അതുപോലെ ഒരാളെ കൊച്ചാക്കി കാണിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയുണ്ട്, നീ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് കൈകൊണ്ടൊക്കെ കാണിക്കുന്നത്, അതൊക്കെ സബ്ബാണ്. ഒരടിമക്ക് മറ്റൊരടിമയെ ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അദാ അഥവാ ഈ ഉപദ്രവം ചെയ്യുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിന്റെ ഉപദ്രവം ഏൽക്കുകയില്ല, മറിച്ച് അള്ളാഹുവിനെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് അള്ളാഹുവിനെ ആക്ഷേപിച്ചിട്ടുള്ളത്? അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാലത്തെ ആക്ഷേപിക്കുകയാണ്. കാരണം ഈ കാലത്ത് സംഭവിക്കുന്ന, ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം പ്രകൃതി സ്വന്തമായി ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനം മാത്രമാണ് അതിന്റെ പിന്നിൽ. മറ്റൊരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. പ്രകൃതി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. മഴ അള്ളാഹുവിന്റെ പടപ്പാണ്, ചൂട് അള്ളാഹുവിന്റെ പടപ്പാണ്, രാവും പകലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകൾ മാത്രമാണ്. അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിന് സ്വന്തം കൊണ്ടുവരാൻ സാധിക്കുകയില്ല, മറിച്ച് അതിന്റെ നിയന്താവായ, അതിന്റെ സൃഷ്ടാവായ, പരിപാലകനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവന് മാത്രമേ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാലത്തെ ചീത്ത പറയുന്നവൻ, അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ച് പറയുന്നവൻ, മോശം വാക്കുകൾ അതിനെ തൊട്ട് സമീപിക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നവൻ തന്നെയാണ്. അതവൻ അറിയാതെയാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞാൻ അങ്ങനെ അറിഞ്ഞ അള്ളാഹനെ ചീത്ത പറയണമെന്ന് ഉദ്ദേശത്തിലല്ലല്ലോ. ഉദ്ദേശത്തിലല്ലെങ്കിലാണ് ഈ പറഞ്ഞ കാര്യം. നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയണമെന്ന ഉദ്ദേശത്തിലാണ് നീ സംസാരിച്ചതെങ്കിൽ നീ ദീനിൽ നിന്ന് പുറത്തുപോയ കാഫറായി തീർന്നില്ല. കുഫ്റുൻ അക്ബർ അല്ല അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ നേർക്ക് നേരെ ചീത്ത പറയുക എന്നുള്ളത് അത് കുഫ്റുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ഇതല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പടപ്പിനെ അള്ളാഹുവിന്റെ മാത്രം ഇടപെടലുകൾക്ക് വിധേയമായി തീർന്ന അവന്റെ കാലത്തെ ഒരാൾ ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അത് അള്ളാഹുവിനെ ആക്ഷേപിക്കലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങനെയുള്ള ആക്ഷേപിക്കൽ ഉണ്ട് എന്നുള്ളത് അഹ്ലുസുന്ന അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യുഅ്ദൂന അല്ലാഹ വ റസൂല, തീർച്ചയായും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഉപദ്രവിക്കുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്, യുഅ്ദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദം സന്തതിയുടെ ഉപദ്രവം എന്താണ് എന്ന ഹദീസിൽ തന്നെ വളരെ വ്യക്തമാണ്. ആ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, അവൻ കാലത്തെ പഴിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഉപദ്രവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലോ അവന്റെ അഫ്ആലുകളിലോ ഒരു ഉപദ്രവവും ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്നല്ലദീന ഇശ്തറൗൽ കുഫ്ര ബിൽ ഈമാൻ, ഈമാനിന് പകരമായി കുഫ്റിനെ വാങ്ങിയവർ, സത്യനിഷേധത്തിന് പകരമായി ഈമാനിന് പകരമായി കുഫ്റിനെ വാങ്ങിയവർ ലൻ യദുറുല്ലാഹ ശൈഅ, അവർ അള്ളാഹുവിന് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും ലൻ തബ്ലുഗു ദുർരി ഫതദുറൂനി, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന വാക്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആക്ഷേപിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സഹോദരങ്ങളെ, കാലത്തെ പഴിക്കുക, കാലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് പല ഇനങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഒരാൾ ഒരു ദിവസത്തിനെ കുറിച്ചൊരു വസ്ഫ് പറയുകയാണ്. നല്ല കടുത്ത ചൂടുള്ള ഒരു ദിവസമാണിത്, അല്ലെങ്കിൽ നല്ല മഴയുള്ളൊരു ദിവസമാണല്ലോ ഇത് എന്ന രൂപത്തിൽ ഒരാൾ സംസാരിക്കുന്നത് തെറ്റുള്ള കാര്യമല്ല. മറിച്ച് അവൻ അതിലൊരു ആക്ഷേപമൊന്നും പറയുന്നില്ല, മറിച്ച് ആ ദിവസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്.
ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും അവർക്ക് ആ ശിക്ഷ ഏൽപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെ കാറ്റുകളെ പറഞ്ഞയച്ചുകൊണ്ട് ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ, തുടർച്ചയായ നഹ്സുള്ള ശകുനമുള്ള ഒരു ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ നൽകിയ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തില് ആ ദിവസത്തിൽ സംഭവിച്ചൊരു കാര്യം അതുപോലെ പറയുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല, അതിൽ ആക്ഷേപമില്ല. ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു, ഇന്നലെ നല്ല കാറ്റുള്ള ദിവസമായിരുന്നു, ഇന്ന് വളരെ വലിയ ചൂടാണല്ലോ ഇന്ന് എന്നൊരാൾ പറയുന്നത് ഒരു പ്രയാസം കൊണ്ട് പറയുക എന്നുള്ളതല്ലാതെ അയാൾ അതിനപ്പുറത്തേക്ക് ആ കാലത്തെ ആക്ഷേപിക്കുന്നില്ല. അതുകൊണ്ട് അത് യാതൊരു കുഴപ്പവുമില്ല. കാരണം അയാൾ അങ്ങനെ ഒരു ആക്ഷേപം അയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഇത് ദഹരികൾ, ഇങ്ങനെ കാലവുമായി ബന്ധപ്പെട്ടുള്ള നിരീശ്വരവാദികളെ പോലെയുള്ള എല്ലാം പ്രകൃതിയാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നതാണ്. അവർ കാലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്തി പറയുന്ന സമയത്ത് കാലമാണ് ചെയ്തത് എന്ന രൂപത്തിൽ പറയും. ഇത് ഷിർക്കുൻ അക്ബറാണ്, ഇതിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എല്ലാം കാലമാണ് ചെയ്യുന്നത്, അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നടക്കുന്ന മാറ്റം മുഴുവൻ അതൊക്കെ പ്രകൃതിയാണ്, പ്രകൃതിയുടെ ഓരോ കരവിരുതാണ് എന്നൊക്കെ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റർ എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഈ വാക്ക് തന്നെ ശരിയായ വാക്കല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിലേക്കാണ് ഒരാൾ ചേർത്തി പറയുന്നത്. പ്രകൃതിയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്, സുനാമി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്, കുന്നിടിയാൻ തീരുമാനിച്ചത്. ഒരാൾ പ്രകൃതിയുടെ കഴിവാണെന്ന് വിശ്വസിക്കുകയാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. പ്രകൃതിക്ക് അങ്ങനെ സ്വന്തമായി കഴിവുണ്ട് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ. ഇനി അതല്ല സഹോദരങ്ങൾ, ആരെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ദിവസത്തെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സബബാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെ സബബാക്കിയിട്ടില്ല എങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാണ്. പിന്നെ നഹ്സുള്ള ദിവസമുണ്ട് എന്നൊക്കെ ഇവിടെയുള്ള സമസ്തക്കാരൊക്കെ വിശ്വസിക്കുന്ന കാര്യമാണ്. ഷിയാക്കളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയതാണ്. വളരെ പവിത്രമായ ദിവസങ്ങളെ പോലും നഹ്സുള്ള ദിവസമാണ്, മുഹറത്തില് നഹ്സാണ് എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ആ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ആപത്തൊക്കെ സംഭവിച്ചാൽ അവർ പറയും അതാ ഈ നഹ്സുള്ള ദിവസത്തിൽ അങ്ങനെ അതുകൊണ്ടാണ് സംഭവിച്ചത്, ആ ദിവസത്തിന് ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയും. അവരൊരു പക്ഷേ ആ ദിവസത്തിന് സ്വന്തമായി ഉപദ്രവം വരുത്താൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടാകണമെന്നില്ല. പലരും അങ്ങനെ വിശ്വസിക്കാറില്ല. പക്ഷേ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു മോശം ദിവസമായി നിശ്ചയിച്ചതാണ്, അത് അവൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറാത്തതാണ് ഇവന് പറ്റിയത് എന്നാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ ശിർക്കുൻ അസ്ഗറാണ്. കാരണം അല്ലാഹു അങ്ങനെ ഒരു സബബ് ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം അമലുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുന്യവിയായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ലാത്തതാണ്, ദോഷമുള്ള ദിവസമുണ്ട്, ചൊവ്വാ ദോഷമുണ്ട്, ശനിദശയുണ്ട് എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളതേ അല്ല. ഒരു മാസത്തെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുന്നതിനോ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ അള്ളാഹു അതിനെ എതിർത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ താക്കീത് ചെയ്തിട്ടില്ല. അപ്പൊ അള്ളാഹു സബബാക്കാത്ത കാര്യത്തെ ഒരാൾ സബബാക്കുകയാണെങ്കിൽ ശിർക്കുൻ അസ്ഗറായിത്തീരും. സഹോദരങ്ങളെ, നാം ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നിരുപാധികമായി ഒരാൾ കാലത്തെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. കാലത്തെ പൂർണ്ണമായി ഒരാൾ ആക്ഷേപിക്കുകയാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നശിച്ച മഴയെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നശിച്ച കാറ്റെന്നോ അങ്ങനെ കാലത്തെ ആക്ഷേപിക്കുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ്. അത് ഹറാമായ കാര്യമാണ്. കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ അറിയാതെ ആക്ഷേപിക്കുന്നത് എന്നാണ്. എന്നാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ അങ്ങനെ കാലത്തെ ചീത്ത പറഞ്ഞതെങ്കിലോ, ഇത് ചെയ്തത് അള്ളാഹുവാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയണം എന്നുദ്ദേശിച്ചിട്ട് ഒരാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാലത്ത് ചീത്ത പറഞ്ഞാൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റുൻ അക്ബറാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ അതല്ലാതെ ഒരാൾ പറയുന്നത് തന്നെ അത് കടുത്ത ഹറാമായ കാര്യമാണ്. ഫഖദ് ആദല്ലാഹ് എന്നാണ് അദ്ദേഹം ഇതിൽ തലക്കെട്ട് കൊടുത്തത്. അത് തന്നെയാണ് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യം. അതിനുശേഷം അദ്ദേഹം കൊടുത്ത ആദ്യത്തെ തെളിവ് സൂറത്തു ജാസിയയിലെ ഒരു ആയത്താണ്. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലുല്ലാഹി തആല വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യാ വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യظുന്നൂൻ. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളിൽപ്പെട്ട പൊതുവെ അഹ്ലുൽ കിതാബ് ബഅസിൽ വിശ്വസിച്ചിരുന്നു, പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ മക്കാ മുശ്രിക്കുകളിൽപ്പെട്ട പലരും, ഭൂരിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, അവർ ബഅസിൽ വിശ്വസിച്ചിരുന്നില്ല. പുനരുത്ഥാനത്തിൽ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ദുനിയാവിൽ നടന്ന കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് നന്മകൾ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മകൾ ചെയ്തവരെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്ന ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിനെ വിശ്വസിക്കാത്ത മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു, വഖാലു, അവർ പറഞ്ഞു, മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഇതൊരു ദുനിയാവ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവേ ഉള്ളൂ, അതല്ലാതെ വേറൊന്നുമില്ല. പരലോകത്തെ നിഷേധിച്ചുകൊണ്ടുള്ള വർത്താനമാണത്. മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യ, നമ്മളിങ്ങനെ മരിക്കുന്നു ജീവിക്കുന്നു. പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു നമ്മൾ മരിക്കുന്നു, നമ്മളെ സന്താനങ്ങൾ ജീവിക്കുന്നു, അത് നമ്മൾ ജീവിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. ചിലർ പറഞ്ഞു ഞങ്ങളിങ്ങനെ മരിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യും, ഇങ്ങനെ ചിലർ ജനിക്കും ചിലർ മരിക്കും എന്നല്ലാതെ മറ്റൊരു ലോകമൊന്നും ഇനിയില്ല, ഇവിടെയുള്ള ഈ ഒരു ഒറ്റ ജനനവും ഒറ്റ മരണവും കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? വമാ യുഹ്ലികുനാ ഇല്ല ദഹർ, നമ്മളെ നശിപ്പിക്കുന്നത് ദഹർ അല്ലാതെ, കാലമല്ലാതെ മറ്റൊന്നുമില്ല. കാലത്തിനാണ് സ്ഥാനം. ചില കാലത്തിൽ ചിലർ ജനിക്കും, ചില കാലത്ത് ചിലർ മരിക്കും. ഇതെല്ലാം കാലത്തിനൊരു കളികളാണ്. അങ്ങനെ കാലത്തിലാണ് സംഭവം മുഴുവൻ ഉള്ളത് എന്ന് അവർ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിൽ പങ്കില്ല, എല്ലാം കാലത്തിന്റെ കളിയാണ് എന്ന് വിശ്വസിക്കുന്നവർ. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത്തരം നിരീശ്വരവാദികൾക്ക് യാതൊരു അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഇന്നുമുള്ള നിരീശ്വരവാദികൾ അവർ പറയുന്ന തത്വങ്ങൾക്ക്, അവർ കൊണ്ടുവരുന്ന എന്തെങ്കിലുമൊക്കെ വാദങ്ങൾക്ക് വലിയ വാദമായി യുക്തിയായി പറയും. പക്ഷെ എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ? ഒന്നുമില്ല. അതിങ്ങനെ സിദ്ധാന്തമുണ്ട്, ഡാർവിൻ തിയറി ഉണ്ട്, അങ്ങനെയുള്ള പല കുഫ്രൻ തിയറികളൊക്കെ വലിയ സയൻസായി അവതരിപ്പിക്കും, കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ പോയി ഇതിനെന്താണ് തെളിവ്, ഇതെവിടെയാണ്, എങ്ങനെയാണ് കാണാൻ പറ്റിയത്, ആരാണ് ഇത് മനസ്സിലാക്കിയത്, 1000 വർഷങ്ങൾക്ക് നടന്നത്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനുള്ള തെളിവെന്താണ്? ഒരു തെളിവില്ല. അങ്ങനെ അങ്ങ് ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുക, എന്നിട്ട് അത് വലിയ സിദ്ധാന്തങ്ങളായി, വലിയ ബുദ്ധിമാന്മാർ അംഗീകരിക്കുന്ന കാര്യങ്ങളായി ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുക. ആളുകൾ വിചാരിക്കും ഇതിലെന്തോ കാര്യമുണ്ട്. അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ, ഇത്തരത്തിലുള്ള നിഷേധവാദങ്ങൾക്ക് അവർക്ക് യാതൊരു അറിവൊന്നുമില്ല. കാരണം അവർ വിചാരിക്കുന്ന എല്ലാത്തിനെയും നിഷേധിക്കാൻ പ്രത്യേകിച്ച് അറിവൊന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ നിഷേധിച്ചാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നവൻ അതുപോലെ മറ്റു വാദങ്ങൾ കൊണ്ടുവരുന്നവൻ തെളിവ് വേണം. ഇൻഹും ഇല്ലാ യظുന്നൂൻ, അവർ കേവലം വന്നിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. എന്താണ് ഈ അധ്യായത്തിന് ഈ ആയത്തുമായിട്ടുള്ള ബന്ധം? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നു, ബയാനു അന്ന മൻ സബ്ബ അദ്ദഹറ നാസിബൻ അൽഫിഅല ഇലൈഹി വമുഅ്തഖിദൻ അന്ന അദ്ദഹറ ഹുവ അല്ലദി അൻസല ബിഹി അൽമുസീബ ഫഖദ് കഫറ കുഫ്റൻ അക്ബർ ലിഅന്നഹു മുവാഫിഖുൻ ലിഖൗലി ഉലൈക അൽകുഫാർ വമാ യുഹ്ലികുനാ ഇല്ല അദ്ദഹർ. ആരെങ്കിലൊക്കെ വിശ്വസിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അത് പ്രകൃതി തന്നെ അങ്ങനെ ചെയ്തതാണ്, ആ ഒരു ദുരന്തത്തിന് അത് പ്രകൃതിയാണ് അതിന്റെ പിന്നിൽ എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ, ഒരു മുസീബത്ത് പ്രകൃതി ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നതെങ്കിൽ അവൻ കാഫിറായി തീർന്നിരിക്കുന്നു. ഈ കുഫാറുകൾ പറഞ്ഞതുപോലെ വമാ യുഹ്ലികുനാ ഇല്ല അദ്ദഹർ എന്ന് പറഞ്ഞതിന് തുല്യമാണത്. നമ്മളൊക്കെ നശിപ്പിച്ചത് കാലമാണ് എന്ന് പറഞ്ഞതിന് തുല്യമാണത് അല്ലെ? അങ്ങനെ എന്റെ ഇന്നാൾ മരിച്ചത് ഈ നശിച്ച ദിവസത്തിലാണ്, ഈ നശിച്ച ദിവസം കാരണത്താലാണ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കാലത്തിലേക്ക് ചേർത്തിയ ആളുകൾ പറയുന്നത് കടുത്ത കുഫറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇവിടെ ഈ കാലത്തെ ചീത്ത പറയുക എന്നുള്ളത് അത് കുഫാറുകളോട് ഒരാൾ സാദൃശ്യപ്പെടലാണ്, കുഫാറുകളുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ എവിടെയാണ് ഈ ആയത്തിൽ കാലത്തിനെ ചീത്ത പറഞ്ഞിട്ടുള്ളത്? ഈ ആയത്തിൽ എവിടെയാണ് കാലത്തിനെ ചീത്ത പറഞ്ഞിട്ടുള്ളത്? ഇവർ എന്താണ് ഈ ആയത്തിൽ കാലത്തെക്കുറിച്ച് പറഞ്ഞത്? ഇവർ പറഞ്ഞു വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ല അദ്ദഹർ. അവർ എല്ലാം കാലത്തിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. അതായത് നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം കാലത്തിലേക്കാണ്. അങ്ങനെ പറയുന്ന ഒരുവൻ സ്വാഭാവികമായും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും എവിടേക്കാണ് ചേർത്തി പറയുക? കാലത്തിലേക്ക് തന്നെയാണ്. കാരണം കാലമാണ് ജീവിപ്പിക്കുന്നത്, കാലമാണ് മരിപ്പിക്കുന്നത്. ഒരാൾ മരിച്ചാലും അത് കാലമാണ്. സ്വാഭാവികമായും അവൻ കാലത്തിനെ ചീത്ത പറയും. അപ്പോൾ അങ്ങനെ ചീത്ത പറയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുക എന്നുള്ളതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ കാലത്തെ ചീത്ത പറയുമ്പോൾ കുഫാറുകളുടെ ഈ സ്വഭാവത്തിനോട് അവർ യോജിക്കുകയാണ്. കാലമാണ് ഇത് ചെയ്തത് എന്ന് അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും കാലത്തെ ചീത്ത പറയുക വഴി അവർ
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആക്ഷേപിക്കുന്നത് എന്നതിൽ സംശയമില്ല. മൂന്നാമത്തെ കാര്യം ഈ ആയത്ത് കൊടുത്തതിന്റെ ഒരു ഉദ്ദേശമായി പണ്ഡിതന്മാർ പറയുന്നത്, ദഹർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മല്ല എന്നുള്ളതിന് തെളിവാണ്. അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് പറയുന്നത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചിലർ തെറ്റിദ്ധരിച്ച്, ഇബ്നു ഹസം പോലെയുള്ള പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ടതാണ് ദഹർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശേഷം പറയാൻ പോകുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, യുദീനി ഇബ്നു ആദം യസുബു ദഹർ വ അന ദഹർ, ആദം സന്തതി അവൻ എന്നെ ഉപദ്രവിക്കുന്നു, അവൻ കാലത്തെ ആക്ഷേപിക്കുന്നു, ഞാനാണ് കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലർ പറഞ്ഞു ദഹർ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ ഈ ആയത്ത് കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ടതല്ല എന്ന് മറുപടി പറയാൻ സാധിക്കും. എങ്ങനെയാണ്? കാരണം ഇവിടെ മുശ്രിക്കുകൾ പറഞ്ഞത്, ഇവിടെ പരലോകത്തെ നിഷേധിക്കുന്നവർ പറഞ്ഞത് വഖാലു മാഹിയ ഇല്ല ഹയാതുന ദുനിയ നമൂതു വ നഹ്യ, ഇത് ഒരു ദുനിയാവ് മാത്രമാണ്, ഞങ്ങൾ മരിക്കുകയും ജീവിക്കുകയും ചെയ്യും. വമാ യുഹ്ലികുന, നമ്മളെ നശിപ്പിക്കുന്നത് ഇല്ല ദഹർ, ദഹർ അല്ലാതെ അല്ല എന്നാണ്. ദഹർ അള്ളാഹുവിന്റെ നാമമായിരുന്നെങ്കിൽ ഇവർ ഈ പറഞ്ഞത് ശരിയാകണമായിരുന്നു. ദഹർ അള്ളാഹുവിന്റെ നാമമായിരുന്നെങ്കിൽ ഇതൊരു തെറ്റായ കാര്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയില്ല. കാരണം ദഹർ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ആണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ഇവരുടെ വാദമായി തീരും. അപ്പൊ അല്ല, ഇപ്പൊ ദഹർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമല്ല എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിവ് മനസ്സിലാക്കാൻ സാധിക്കും. എൻ സഹോദരങ്ങൾ, അഹ്ലുസുന്നത്തിൽ തന്നെ പെട്ട പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും തെറ്റുപറ്റി ദഹർ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ന് അവർ പറഞ്ഞാൽ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ പടപ്പുകളായ ഈ കാലത്തെ അല്ല, മറിച്ച് അവന് വേറെ ചില അർത്ഥങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ എന്നുമുള്ളവൻ എന്നർത്ഥം, അൽ അബ്ദ് അൽ ഖദീം, അൽ അസ്ൽ അൽ ഖദീം പോലെയുള്ള എന്നെന്നും നിലനിൽക്കുന്നവൻ പോലെയുള്ള ഒരർത്ഥമൊക്കെയാണ് അവർ അതിന് വ്യാഖ്യാനിച്ച് നൽകിയിട്ട് ആ നാമം അള്ളാഹുവിനുണ്ട് എന്നവർ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഭൂരിഭാഗ പണ്ഡിതന്മാരും അത് തെറ്റാണ് എന്ന്, വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ നാമത്തിൽ ദഹർ എന്നുള്ള നാമം ഇല്ല എന്ന് മനസ്സിലാക്കുക. അടുത്തതായി കൊടുത്തത് ഒരു ഹദീസാണ് ഫി സ്വഹീഹ്. ഇത് ബുഖാരിയിൽ മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ ലഫ്ളുകളാണ് ഈ കിതാബ് തൗഹീദിൽ കൊടുത്തിട്ടുള്ളത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല അല്ലാഹു തആല, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുദീനി ഇബ്നു ആദം, യുദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു. എന്താണ് ഉപദ്രവം? യസുബുദ്ദഹർ, കാലത്തെ ആക്ഷേപിക്കുക എന്നുള്ളത്. അതല്ലാത്ത ഉപദ്രവങ്ങൾ അള്ളാഹുവിനെ ഏൽക്കുകയില്ല. ആക്ഷേപിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അത് തന്നെ ഒരു ഉപദ്രവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യസുബുദ്ദഹർ, അവൻ കാലത്തെ ആക്ഷേപിച്ചു പറയുന്നു. എന്താണ് കാലത്തെ ആക്ഷേപിക്കുക? എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കാലത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിൽ നശിച്ച മഴ, നശിച്ച ദുരിതം, വെള്ളപ്പൊക്കം, നശിച്ച സുനാമി, എന്താകട്ടെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും അവന്റെ ഉറ്റവരുടെ വേർപാടാണ് അവൻ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവന്റെ പറച്ചൽ വളരെ ഗൗരവമുള്ളതായിരിക്കും. വളരെ വമ്പിച്ച മോശപ്പെട്ട സംസാരങ്ങൾ, ശാപവാക്കുകൾ ചിലപ്പോൾ പറഞ്ഞേക്കും. ശപിച്ച ദിവസം, ശപിക്കപ്പെട്ട ദിവസം എന്നൊക്കെ രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅന അദ്ദഹർ, ഞാനാണ് അദ്ദഹർ, ഐ മുദബ്ബിറുദ്ദഹർ, കാലത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാലത്തിനൊന്നും സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അത് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ തസറുഫുള്ള ഒന്നല്ല. സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാലം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ ഇവിടെ നടക്കുകയുള്ളൂ. ഇപ്പോൾ രാത്രിയാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് സൂര്യൻ അസ്തമയം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ അസ്തമിക്കുമായിരുന്നില്ല, ഇവിടെ പകല് തന്നെ തുടരുമായിരുന്നു. യാതൊരു സംശയം അതിൽ വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ മഗ്രിബിന്റെ ഈ സമയത്ത് ഈ നാടിൽ സൂര്യൻ അസ്തമയം ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ രാത്രിയിൽ പ്രവേശിച്ചത്. അതല്ലാതെ സൂര്യന് സ്വന്തമായി തോന്നുമ്പോൾ അങ്ങ് അസ്തമിച്ച് കളയാം, മറ്റൊരു സ്ഥലത്ത് ഉദിച്ചു കളയാം, ഇല്ല, സാധിക്കുകയില്ല. ഈ പെയ്യുന്ന മഴ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഓരോ തുള്ളിയും ഈ നാടിൽ, ഇന്ന നാടിൽ പെയ്തിറങ്ങണം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതല്ലാതെ മഴക്ക് തോന്നുമ്പോൾ മേഘം തണുത്തുറത്ത് ഇങ്ങനെ മഴ പെയ്യലല്ല. മഴ എങ്ങനെയാണ് പെയ്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് അതിന്റെ ചില കാര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ വെള്ളം നീരാവിയായി പോയി ആകാശത്ത് കെട്ടിനിന്നു, അങ്ങനെ മേഘങ്ങളിൽ അത് വെള്ളം സംഭരിക്കുന്ന കാര്യമാണ്. അതിങ്ങനെ തണുത്തുറക്കുമ്പോൾ അത് മഴയായി പെയ്യുന്നു. ശരിയായിരിക്കും അതിന്റെ പ്രോസസ്. പക്ഷെ ആരാണ് അതിന്റെ സബബ് ഉണ്ടാക്കിയത്? എപ്പോൾ മഴ പെയ്യണം, എത്ര മഴ പെയ്യണം, എത്ര മില്ലി പെയ്യണം, ആരാണ് അത് നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതല്ലാതെ മഴയ്ക്ക് സ്വന്തമായി പെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല, വെയിലിന് സ്വന്തമായി ഉണ്ടാകാൻ സാധിക്കുന്നതല്ല. അത്
മനസ്സിലാക്കുക. അതാണ് വഅനദ്ദഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഞാനാണ് രാവിലെയും പകലിനുമൊക്കെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത്. വഫി റിവായത്തിൽ, ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ദഹർ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന നമുക്ക് സന്തോഷകരമാകുന്ന കാലാവസ്ഥയാകട്ടെ, പ്രയാസകരമാകുന്ന കാലാവസ്ഥയാകട്ടെ, ആ ചില കാലാവസ്ഥകളിലൂടെ നമുക്കുണ്ടാകുന്ന ഖൈറുകളാകട്ടെ, നമുക്കുണ്ടാകുന്ന ഷർറുകളാകട്ടെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് പ്രകാരം മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഉറച്ച ബോധ്യമുള്ളതിനാൽ നമ്മൾ അതിനെ ഒന്നിനെയും ആക്ഷേപിച്ചു പറയുകയില്ല, അതൊന്നിനെയും നമ്മൾ ചീത്ത പറയുകയില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട പാഠം. അടുത്ത അധ്യായം ബാബു തസമ്മി ബിഖാദിൽ ഖുലാത്തി വനഹ്വി. ഈ അധ്യായം സഹോദരങ്ങളെ തൗഹീദിന്റെ പൂർണ്ണത ആഗ്രഹിക്കുന്ന ഒരുവൻ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. കാരണം തൗഹീദിന്റെ പൂർണ്ണത ഉൾക്കൊണ്ട ഒരു വ്യക്തി അവന്റെ സംസാരങ്ങളിലും അവന്റെ പെരുമാറ്റങ്ങളിലുമൊക്കെ റബ്ബിനുള്ള ആദരവും മഹത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അതിനെതിരായി റബ്ബിനോട് അപമര്യാദയായി തോന്നുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയില്ല. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള നാമങ്ങൾ ആളുകൾ അവർക്ക് പേരായി സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ അതിലൊരു ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. ബാബു തസമ്മി, തസമ്മി എന്ന് പറഞ്ഞാൽ പേരിടുക എന്നുള്ളതാണ്. ബിഖാദിൽ ഖുലാത്ത്, എന്താണ് ഖാദിൽ ഖുലാത്ത് എന്ന് പറഞ്ഞാൽ? ഖാദി എന്ന് പറഞ്ഞാൽ ന്യായാധിപനാണ്. അപ്പൊ ന്യായാധിപന്മാരുടെ ന്യായാധിപൻ എന്നാണ് പറയുന്നത്. എല്ലാ ന്യായാധിപന്മാർക്കും മീതെയുള്ള ന്യായാധിപൻ എന്നാണ് ഖാദിൽ ഖുലാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. വനഹ്വി, ഇത് മാത്രമല്ല, അതുപോലെ ഏത് പേരായാലും അത് പാടില്ലാത്തതാണ് എന്നുള്ളതാണ്. കാരണം സഹോദരങ്ങളെ, ഒന്ന്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തോട് അവന്റെ വിശേഷണത്തോട് സാദൃശ്യപ്പെടുത്തലാണ്. രണ്ടിത് കളവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അടിമകൾക്ക് മുഴുവൻ മേൽ വിധിക്കുന്നത്. അല്ലാഹു തആലയാണ്. അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധിയും ശർഇന്റെ വിധിയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഖളാഇനുള്ള അവകാശമുള്ളത്. അവനാണ് ഖാദിൽ ഖുലാത്ത്. ഇവിടെയുള്ള ജഡ്ജിമാരെല്ലാം ഈ ദുനിയാവിലെ കേവലം കാര്യങ്ങൾ കൊണ്ട് വിധിക്കുന്നവരാണ്. ഇവർക്ക് മീതെ, എല്ലാത്തിന്റെയും മീതെയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തോട് സാദൃശ്യപ്പെടുത്തലാണ് ഒന്നാമതായി അത്, അല്ലെങ്കിൽ അവന്റെ വിശേഷണത്തോട് സാദൃശ്യപ്പെടുത്തലാണത്. രണ്ടാമത്തത് സഹോദരങ്ങളെ, ഇത് കളവാണ്. ആർക്കാണ് അങ്ങനെയുള്ള ഖാദിൽ ഖുലാത്തായി തീരാൻ സാധിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ആരാണ് വിധിക്കുന്നത്? അവനറിയാതെ എന്തെല്ലാം വിധികൾ സംഭവിക്കുന്നു. അവന്റെ മുകളിൽ തന്നെ എന്തെല്ലാം വിധികൾ സംഭവിക്കുന്നു. അവൻ ഉദ്ദേശിച്ചതാണോ സംഭവിക്കുന്നത്? അവൻ വിധിച്ചത് മാത്രമാണോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അല്ലല്ലോ. അപ്പൊ അത് ആ വാക്ക് തന്നെ തെറ്റായ വാക്കാണ്, ഖാദിൽ ഖുലാത്ത് എന്നുള്ളത്. അതുപോലെയാണ് മലിക്കുൽ അംലാഖ് എന്ന് പറയുന്ന വാക്ക്, രാജാതിരാജൻ, രാജാക്കളുടെ രാജാവ് എന്നുപോലുള്ള സംസാരങ്ങൾ. ഇതിപ്പോ ചിലപ്പോൾ സാഹിത്യകാരന്മാരും അങ്ങനെയുള്ള ഭംഗികൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള നാമകരണങ്ങളൊക്കെ സ്വീകരിക്കുകയും ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് തെറ്റായ കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് യാതൊരു സംശയവും വേണ്ടതില്ല. എന്നാൽ സഹോദരങ്ങളെ, ഇതിനൊരു കൈതോടുകൂടി ഒരു പ്രത്യേകമായി പറയുകയാണ് എങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ്. ഉദാഹരണത്തിന് ഖാദിൽ ഖുലാത്ത് ഫി മിസ്ർ, ഖാദി ഖുലാത്ത് മിസ്ർ. ഇപ്പൊ മിസ്റിലെ, ഈജിപ്തിലെ ഖാദി ഖുലാത്ത് എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമായി മുത്തലഖനായി പറഞ്ഞിട്ടില്ലല്ലോ, ഒരു പ്രത്യേകമാക്കി പറയുകയാണ്. അത് തെറ്റില്ല എന്നാണ്. അല്ലെങ്കിൽ തുർക്കിയിലെ ഖാദി ഖുലാത്ത്, അല്ലെങ്കിൽ സൗദിയിലെ ഖാദി ഖുലാത്ത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൗദി ഗവൺമെന്റ് ഒരിക്കലും അങ്ങനെ ഒരു പേര് സ്വീകരിച്ചിട്ടേ ഇല്ല. പഴയ കാലത്ത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലും ഈ രൂപത്തിലുള്ള ഖാദി ഖുലാത്ത് എന്നുള്ള പേരുകളാണ് പൊതുവെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ജഡ്ജിക്ക് പേര് നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ സൗദി ഗവൺമെന്റ് ആ ഒരു കാര്യം, മൂന്നാം സൗദി ഭരണകൂടം, ഇന്ന് അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് അങ്ങനെയുള്ള ഒരു പോസ്റ്റിന് അവർ റഈസു അൽ ഖുലാത്ത് എന്ന പോലെയുള്ള പേരുകളാണ്. നോക്കണം, ഒരു പേരിൽ പോലും ആ രാജ്യം തൗഹീദ് ഉയർന്നു നിൽക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സംശയമുള്ള കാര്യങ്ങൾ മാറ്റി നിർത്താൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഖാദി ഖുലാത്ത് സൗദിയ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, ഈ ഒരു രൂപത്തിൽ തെറ്റില്ല. പക്ഷേ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നിരുപാധികമായ ഖാദി ഖുലാത്ത്, ന്യായാധിപന്മാരുടെ ന്യായാധിപനെന്നോ രാജാതിരാജനെന്നോ പോലെയുള്ള പേരുകൾ ഇടുക എന്നുള്ളത് സഹോദരങ്ങളെ അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള ചില പേര്, സയ്യിദുന്നാസ് എന്നൊരാൾ പേരിട്ടാൽ, ജനങ്ങളുടെ നേതാവ് എന്ന് പേരിട്ടാൽ
അതും തെറ്റായ കാര്യമാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പെട്ടു. മുഴുവൻ ജനങ്ങളുടെ നേതാവാണ് ഇയാളെന്ന് പറഞ്ഞ ഒരാളുടെ പേരിട്ടാൽ ആ അന്നാസിൽ ജനങ്ങൾ പെട്ടു, സകല അമ്പിയാക്കളും പെട്ടു. അപ്പൊ അങ്ങനെ ഒരു പേര് ഇയാൾ ഇടുന്ന സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അപമര്യാദയാണ്. അങ്ങനെയുള്ള പേരുകളും ഇടാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഏതൊക്കെ പേരുകൾ ഇടാൻ പാടില്ല എന്നുള്ളത് അത് പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. തുഹ്ഫത്തുൽ മൗദൂദ് പോലെയുള്ള ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ള കിതാബുകളിൽ അത് വിശദമായി പല രൂപത്തിലുള്ള നാമങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ. അടുത്തതായി അദ്ദേഹം അത് ഹദീസിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വഫി സ്വഹീഹ്, ഇത് ബുഖാരി മുസ്ലിമിലും ഉള്ള ഹദീസാണ്, അത് മുസ്ലിമിലാണ് ഇതേപോലെയുള്ള ലഫ്ള് വന്നിട്ടുള്ളത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്ന ഇസ്മിൻ ഇൻദല്ലാഹ് റജുലുൻ തസമ്മ മലിക്കൽ അംലാക് ലാ മാലിക ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും നിന്ദ്യമായ പേര് എന്നാണ്. അഖ്ന എന്ന വാക്കിന് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു അഭിപ്രായം ഇതാണ്, ഏറ്റവും നിന്ദ്യമായ മോശപ്പെട്ട പേര് എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ മലിക്കുൽ അംലാക്, രാജാതിരാജൻ എന്ന് പേരിടലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ രാജാതിരാജൻ എന്നുള്ള പേരിട്ടിട്ട് അവൻ വലിയ ഉയർച്ചയാണ് ആഗ്രഹിച്ചത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തെറ്റായ ഉദ്ദേശത്തോടുകൂടി ഉയർച്ച ഉദ്ദേശിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവൻ നൽകിയത്. ഏറ്റവും മോശപ്പെട്ട നാമമാക്കി അല്ലാഹു തആല അതിനെ മാറ്റിയിരിക്കുകയാണ്. ഒരാൾ ഖാലിഖുല്ലാത്ത് അല്ലെങ്കിൽ മലിക്കുൽ അംലാക് എന്നൊക്കെ പേരിടുമ്പോൾ വലിയ സ്ഥാനം ഒക്കെ ആഗ്രഹിച്ച് വലിയ ആളാവാനാണ് ആ പേരിട്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും മോശപ്പെട്ട പേരായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മോശപ്പെട്ട, അല്ലാഹു തആലക്ക് അങ്ങേറ്റം വെറുപ്പുള്ള പേരായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഖാല സുഫിയാൻ ഇബ്നു ഉയൈന, സുഫിയാൻ ഉയൈന അദ്ദേഹം ഈ ഹദീസിന്റെ ഒരു റാവിയിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, മിസ്ലു ഷാഹിൻ ഷാ, ഷാഹിൻ ഷാ എന്നുള്ള പേരിടലും തെറ്റായ കാര്യമാണ്. അത് ഫാർസി ഭാഷയിലൊക്കെ ഉള്ള വാക്കാണ്. അതിന്റെ അർത്ഥം മലിക്കുൽ അംലാക്ക് തന്നെയാണ്, രാജാതിരാജൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് അറബിയിൽ ഇടുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മലിക്കുൽ അംലാക്ക് എന്നുള്ള പ്രത്യേക പേരിടാൻ പാടില്ല എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേ അർത്ഥത്തിൽ വരുന്ന മലയാളത്തിലാകട്ടെ തമിഴിലാകട്ടെ ഏത് ഭാഷയിലാകട്ടെ ആ രൂപത്തിലുള്ള പേര് ഇടുകയാണ് എങ്കിൽ അത് ഹറാമായതാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. ഒഫി റിവായത്തിൽ, ചില റിവായത്തിൽ വന്നിട്ടുണ്ട്, അഗ്യദു റജുലിൻ അലല്ലാഹി യൗമൽ ഖിയാമത്തി വഅഖ്ബസുഹു എന്ന് പറഞ്ഞ റിവായത്തോടെ പൂർണ്ണമായി ശൈഖുൽ ഇസ്ലാം കൊടുത്തിട്ടില്ല. അതിന്റെ പൂർണ്ണമായ രൂപം അഗ്യദു റജുലിൻ അലല്ലാഹി യൗമൽ ഖിയാമ വഅഖ്ബസുഹു വഅഗ്യദുഹു അലൈഹി റജുലുൻ കാന യുസമ്മ മലിക്കൽ അംലാക് ലാ മലിക ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശപ്പെട്ട പേര് സ്വീകരിച്ചയാൾ ആരാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹുവിന് ഏറ്റവും കോപമുണ്ടാകുന്ന ഒരാൾ ആരാണെന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അയാൾ മലിക്കുൽ അംലാക്ക് എന്ന പേര് സ്വീകരിച്ചവനാണ് എന്നാണ്. ലാ മലിക ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ രാജാവായി മറ്റാരുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, പേര് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പേരിട്ടതാണെങ്കിലും ശരി, മറ്റൊരാൾ തനിക്ക് പേര് സ്വന്തമായി സ്വീകരിച്ചതാണെങ്കിലും ശരി, അതല്ല മറ്റൊരാൾ അയാൾ ആ പേര് വിളിച്ചിട്ട് അയാൾ തൃപ്തിപ്പെട്ടതാണെങ്കിലും ശരി, രണ്ടും തെറ്റാണ്. ഞാൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരാൾ നീ ഖാലിഖുല്ലാത്താണ്, അല്ലെങ്കിൽ നീ ഷാഹിൻ ഷയാണ്, മലിക്കുൽ അംലാക്കാണ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അത് അവനത് സ്വീകരിക്കാൻ പാടില്ല, അത് തൃപ്തിപ്പെടാൻ പാടില്ല. അവനത് ഒരിക്കലും തൃപ്തിപ്പെടാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട, അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു നാമമാണ് അത് എന്ന് മനസ്സിലാക്കുക. അതുപോലെയുള്ള മോശപ്പെട്ട നാമങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ കുട്ടികൾക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തെത്തിയ ആളുകൾക്കോ നൽകാൻ പാടില്ല. അത് തൗഹീദിന്റെ ഭാഗമാണ്, അത് തൗഹീദിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത അധ്യായവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാബു ഇഹ്തിറാമി അസ്മാഇല്ലാഹി തആല വതഗ്യീരിൽ ഇസ്മി ലിഅജ്ലി ദാലിക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ ആദരിക്കലും അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യോജിക്കാത്ത, അവന്റെ ശർഇനോട് യോജിക്കാത്ത പേരുകൾ ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റം ചെയ്യലും എന്നാണ് ഈ അധ്യായത്തിന് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ചില പേരുകൾ അത് ശർഇൽ അനുവദിക്കാത്ത പേരുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പേരുകൾ ഒരാൾക്കുണ്ട് എങ്കിൽ അത് മാറ്റുക, അത് മാറ്റേണ്ടതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആദരിക്കുന്ന, അവന് മഹത്വം കൽപ്പിക്കുന്ന ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് അറിയിക്കുന്നതാണ് ഈ അധ്യായം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മനുഷ്യർക്കിടാൻ പാടില്ല. പക്ഷെ അതിന് തഫ്സീലുണ്ട്, വിശദീകരണമുണ്ട്. അതിന് ഒരു വിശദീകരണമുണ്ട്. ചില പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിട്ടുള്ള, അതിലുള്ള സിഫത്ത് അള്ളാഹുവിന് മാത്രമായിട്ടുള്ള സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന പേരുകളുണ്ട്. ആ പേരുകൾ ഒരു കാരണവശാലും പടപ്പുകൾക്കിടാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ട അർ റഹ്മാൻ, അർ റഹ്മാൻ അള്ളാഹു തആല മാത്രമാണ്.
അങ്ങേയറ്റം റഹ്മത്തുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹുവിനെ പോലെ റഹ്മത്തുള്ള മറ്റൊരാളുമില്ല. അപ്പൊ ആ നാമം അറിയിക്കുന്ന, ആ വിശേഷണം അറിയിക്കുന്നതാണ് റഹ്മാൻ എന്നുള്ള പേര്. അത് മറ്റൊരാൾക്കും ഇടാൻ പാടില്ല. അൽ ഖാലിഖ്, എല്ലാത്തിനെയും പടച്ചവൻ. അർ റസ്സാഖ്, എല്ലാത്തിനും ഉപജീവനം നൽകുന്നവൻ. ഇങ്ങനെയുള്ള പേരുകൾ മറ്റൊരാൾക്കും ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ പേര് വിളിക്കുന്ന സമയത്തും റഹ്മാൻ എന്നോ ഖാലിഖ് എന്നോ റാസിഖ് എന്നോ റസ്സാഖ് എന്നോ വിളിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അങ്ങനെയല്ല നമ്മൾ വിളിക്കാൻ പാടില്ല. രണ്ടാമത്തെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളായി സ്ഥിരപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ പേരിലുള്ള സിഫത്തുകൾ, ആ പേരിലുള്ള വിശേഷണങ്ങൾ അതിന്റെ ഒരു കുറഞ്ഞ തോതിൽ അടിമകൾക്കും ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള പേരുകൾ ആ അടിമകളെ വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന്. ഏതുപോലെ റഊഫ്, ഹലീം, അങ്ങനെയുള്ളൊക്കെ പേരുകളുണ്ട്. അപ്പോ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യവാൻ എന്നാണ്. ഒരു ഉപ്പ കാരുണ്യവാനായിരിക്കും തന്റെ മകനോട്. ഉപ്പാക്ക് പറഞ്ഞതായ ഒരു കാരുണ്യമുണ്ട്, ഉപ്പാക്ക് പറഞ്ഞതായ ഒരു കാരുണ്യമുണ്ട്. അതുപോലെ ഉമ്മ കുട്ടിയോട് റഹ്മത്തുള്ള ആളായിരിക്കും. അപ്പൊ ആ ഉമ്മക്ക് പറഞ്ഞൊരു കാരുണ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വസ്ഫുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ പേര് നൽകുന്നത് എങ്കിൽ തെറ്റില്ല. അപ്പൊ ഹലീം, അങ്ങേയറ്റം സഹനശീലൻ എന്നർത്ഥം വരുന്ന വാക്കാണ്. ഒരാൾ ഹലീം എന്ന് പേരിട്ടാൽ അതിൽ തെറ്റില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, കൃപാലുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം, തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങേയറ്റം സഹനശീലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പടപ്പുകൾക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള ഹിൽമും പടപ്പുകൾക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള റഹ്മത്തും ഒക്കെ അവരിലുള്ളത് കൊണ്ട് ആ പേര് വിളിക്കുക എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതുപോലെ നിരുപാധികമായ റഹ്മത്തുണ്ട് എന്ന ഉദ്ദേശത്തിൽ ഈ പേര് പോലും വിളിക്കാൻ പാടില്ല എന്നാണ്. നിരുപാധികം ഒരാൾ ഭയങ്കരമായ റഹ്മത്ത് കാണുമ്പോൾ അയാൾ റഊഫ് എന്ന് വിളിക്കുക എന്നുള്ളത് അത് പാടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലുമൊക്കെ സഹനശീലം കാണുമ്പോൾ നീ ഹലീമാണ് എന്ന രൂപത്തിൽ പറയുക എന്നുള്ളത് പണ്ഡിതന്മാരിൽ പലരും പറയുന്നത് ആ രൂപത്തിൽ പറയാൻ പാടില്ല. അപ്പൊ അയാളുടെ വിശേഷണത്തിന്റെ ആ ഒരു തോത് കണ്ടിട്ട് അയാൾക്ക് അങ്ങനെ ഒരു പേര് വിളിക്കുക എന്നുള്ളത് പാടില്ല. പക്ഷെ അയാൾക്ക് നാമകരണം ചെയ്യുന്നത് തെറ്റില്ല. ഒരു അലം എന്നുള്ള നിലക്ക്, ഒരു പേരെന്നുള്ള നിലക്ക് അയാൾക്ക് റഹീമെന്നോ ഹലീമെന്നോ പോലെയുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇതിൽ തന്നെ ചില പണ്ഡിതന്മാർ അതിനെ അല്ലുകൂട്ടി വിളിക്കുക എന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അർ റഹീം എന്ന് വിളിക്കാൻ പാടില്ല, റഹീം എന്ന് വിളിച്ചോളൂ, അർ റഹീം എന്ന് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അർ റഊഫ് എന്ന് പേരിടാൻ പാടില്ല, അൽ ഹലീം എന്ന് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വല്ലാഹു അലം പല പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെയുള്ള പേരുകൾ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതിനാൽ അതിനെ തെറ്റാണെന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ സൂക്ഷ്മതക്ക് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. കാരണം സ്വഹാബികളിൽ പലർക്കും അൽ ഹക്കം എന്നുള്ള പേര് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടുമില്ല. പക്ഷേ പൊതുവായ ഈ അർത്ഥത്തിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. സൂറത്ത് യൂസുഫിൽ ഖാലത്ത് ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അൽ അസീസ് എന്നാണ് ആ രാജാവിന്റെ പേര് വിളിച്ചത്. അല്ല് തന്നെ പേര് കൂട്ടി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു സൂക്ഷ്മതക്ക് വേണ്ടി അങ്ങനെയുള്ള പേരുകൾ പോലും, അതായത് ഇടാൻ പറ്റുന്ന ഈ പേരുകൾ പോലും അല്ലില്ലാതെ ഇടുന്നതെങ്കിൽ ഇടാം, അങ്ങനെ വിളിക്കുന്നെങ്കിൽ വിളിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന ഈ അധ്യായത്തിനോട് യോജിക്കുന്ന ഒരു ഹദീസാണ് ശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അൻ അബി ശുറൈഹ്, അബി ശുറൈഹ് എന്നുള്ളത് സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഹാനി എന്ന. എന്താണ് അദ്ദേഹം? അന്നഹു കാന യുക്ന അബുൽ ഹക്കം, അദ്ദേഹത്തിന് അബുൽ ഹക്കം എന്നുള്ള കുനിയത്തുണ്ടായിരുന്നു. യുക്കന്ന എന്ന് പറയാൻ ഏറ്റവും സ്വഹീഹായി യുക്ന എന്ന് വായിക്കലാണ്. അന്നഹു കാന യുക്ന അബുൽ ഹക്കം, അബുൽ ഹക്കം എന്നൊരു കുനിയത്ത് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കം വ ഇലൈഹിൽ ഹുക്ം, തീർച്ചയായും അൽ ഹക്കം അല്ലാഹുവാണ്, അവനിലേക്കാണ് എല്ലാ വിധികളും എല്ലാ ഹുക്മും അവനിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ യാ അബുൽ ഹക്കം എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓ അബുൽ ഹക്കം എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഖൗമി ഇദാ ഇഖ്തലഫു ഫീ ഷൈഇൻ അതൗനി, എന്റെ നാട്ടിലെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവർ എന്റെ അടുക്കൽ വരും. ഫഹക്കംതു ബൈനഹും, ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ വിധിച്ചു കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അതിനൊരു വിധി തീർപ്പാക്കും. ഫറദിയ കിലൽ ഫരീഖിൻ, രണ്ട് കൂട്ടരും തൃപ്തിയോടുകൂടി മടങ്ങിപ്പോകും.
ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അഹ്സന ഹാദാ, ഇത് എത്ര നല്ല കാര്യമാണ്. ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തുതീർപ്പൊക്കെ ആക്കി കൊടുക്കുക നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. ഫമാ ലക മിനൽ വലദ്, ചില വായനയിൽ ഫമാ ലക മിനൽ ഉൽദ് എന്ന് വന്നിട്ടുണ്ട്, നിനക്ക് വല്ല കുട്ടിയുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഖാല ശുറൈഹ് വ മുസ്ലിം വ അബ്ദുള്ള, അതെ ശുറൈഹ് ഉണ്ട്, മുസ്ലിം ഉണ്ട്, അബ്ദുള്ള ഉണ്ട്, ഇതൊക്കെ എന്റെ മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഫമൻ അക്ബറുഹും, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തതാരാണ്, മുതിർന്നവൻ ആരാണ്? ഖുൽതു ശുറൈഹ്, ശുറൈഹാണ് ഏറ്റവും മൂത്തത്. ഖാല അൻത അബു ശുറൈഹ്, എങ്കിൽ നീ അബൂ ശുറൈഹ് എന്ന് പേരിടുക എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് സഹോദരങ്ങൾ ഈ ഹദീസിലുള്ളത്? ഈ ഹദീസിൽ തുടക്കത്തിൽ അദ്ദേഹം എന്താണ് കാരണമെന്ന് പറയുന്നുണ്ട്. ആളുകൾ അദ്ദേഹത്തിന് അബുൽ ഹക്കം എന്ന് പേരിടാനുള്ള ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കുന്നതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫലിമ തുക്ന അബുൽ ഹക്കം, നിനക്ക് അബുൽ ഹക്കം എന്നുള്ള പേര് എന്താണ്, അങ്ങനെ ഒരു പേര് കുനിയത്ത് സ്വീകരിക്കാനുള്ള കാരണം, അങ്ങനെയുള്ള ഒരു കുനിയത്ത് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എന്റെ അടുത്ത് വരും, അങ്ങനെ ഞാൻ ഒത്തുതീർപ്പാക്കി വിധി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞത് അങ്ങനെയാണ് എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ ഈ ഒരു കാരണത്തെ പരിഗണിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു കാരണമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ കാരണത്തിന്റെ പേരിൽ വിധിക്കുന്ന ഒരാളാണ് എന്നതിന്റെ പേരിൽ അബുൽ ഹക്കം എന്ന് അദ്ദേഹം സ്വീകരിച്ചതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാറ്റാൻ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്താണ് അവർക്കുള്ള തെളിവ്? തെളിവ് കാരണം അൽ ഹക്കം എന്നുള്ള പേര് 3ഓളം സഹാബികൾക്ക് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അബുൽ ഹക്കം എന്നുള്ളതിനേക്കാളും ഹക്കം എന്നുള്ള പേരാണ് കൂടുതൽ സാദൃശ്യം, അള്ളാഹുവിന്റെ നാമത്തിനോട് കൂടുതൽ സാദൃശ്യം അൽ ഹക്കം എന്ന് നേർക്കുനേരെയുള്ള പേരാണ്. പക്ഷെ അങ്ങനെയുള്ള പേരുള്ള 3ഓളം സഹാബികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 3ഓളം സഹാബികൾക്ക് ഹക്കീം എന്നുള്ള പേരും ഉണ്ടായിരുന്നു, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടില്ല. ഇനി അബു ഹക്കീം എന്നുള്ള പേര് അതും 6ഓളം സഹാബികൾക്ക് ഉണ്ടായിരുന്നു, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു പേര് അത് പ്രത്യേകം എന്തെങ്കിലും നമുക്ക് ഒരു വസ്തു പരിഗണിക്കാതെ, അയാൾക്കുള്ളൊരു വിശേഷമൊന്നും പരിഗണിക്കാതെ ഒരാളൊരു അലമായി വിളിക്കപ്പെടാനുള്ള ഒരു പേരായി സ്വീകരിച്ചാൽ, അങ്ങനെ പേര് വെച്ചാൽ അത് തെറ്റില്ല എന്നാണ്. പക്ഷെ അയാളുടെ ഇങ്ങനെ ഒരു വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് അബുൽ ഹക്കം എന്ന് പറയുമ്പോൾ അത് കുറച്ച് പാടില്ലാത്ത തരത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് മാത്രം അബുൽ ഹക്കം എന്നുള്ളത് മാറ്റി അബു ശുറൈഹ് എന്നാക്കിയത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അത്തരത്തിലുള്ള പേരുകളൊക്കെ ഒഴിവാക്കുകയാണ് ഏറ്റവും സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നാമങ്ങൾ അത് ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലേക്കൊക്കെ കുനിയത്ത് ചേർത്തി പറയുന്ന രൂപത്തിലുള്ളത് പരമാവധി ഒഴിവാക്കുക തന്നെയാണ് കൂടുതൽ നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പേരിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല അർത്ഥമുള്ള പേരിടാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇത്തരത്തിൽ ശറഇൽ വിരോധിക്കപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപമര്യാദയിൽ പറയപ്പെടുത്തുന്ന പോലെ, നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദുന്നാസ് പോലെയുള്ള പേരുകൾ പാടില്ല. സ്വന്തത്തെ പുകഴ്ത്തുന്ന രൂപത്തിലുള്ള ബർറ എന്നുള്ള പേരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയതാണ്, പുണ്യവതിയാണ് എന്നൊക്കെ അറിയിക്കുന്ന പേരുകൾ. അതുപോലെ മോശപ്പെട്ട ഇബ്ലീസ് പോലെയുള്ള അങ്ങനെയുള്ള അള്ളാഹുവിന്റെയും ദീനിന്റെയും അദൂകളായ ശത്രുക്കളായ ആളുകളുടെ പേരുകൾ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായിക്കൊണ്ട് ഫിർഔന് പോലെയുള്ള അത്തരത്തിലുള്ള പേരുകൾ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളായി നിലകൊള്ളുന്ന ആളുകളുടെയൊക്കെ, അതായത് പൊതുവെ കാഫറുകളായ അത്തരത്തിലുള്ള പേരുകൾ, അതല്ലെങ്കിൽ ഫുസ്സാക്കുകളായ എന്തെങ്കിലുമൊക്കെ കളിക്കുന്ന ആളുകളുടെയൊക്കെ പേരുകൾ, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം പേരിടാൻ. നല്ല നല്ല പേരുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, അടുത്ത അധ്യായം ബാബു മൻ ഹസല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹി അവിൽ ഖുർആനി അവിർ റസൂൽ എന്ന അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനി ചിഹ്നങ്ങളെ പരിഹസിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അധ്യായമാണ്. ഇത് തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. കാരണം തൗഹീദ് ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദീനിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ പരിഹസിക്കുക പോയിട്ട് അതിനൊന്നും കൊച്ചാക്കുന്ന രൂപത്തിലുള്ള സംസാരം പോലും ഒരാൾക്ക്
സംസാരിക്കാൻ സാധിക്കുകയില്ല. തൗഹീദ് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതിനെ കുറവാക്കി പോകുന്ന ഒരു വാക്കും അവന്റെ വായിൽ നിന്ന് വരികയില്ല. അപ്പൊ പരിഹസിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അതിന്റെ ഹുക്കും കുഫ്റുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ അള്ളാഹുവിനെ പരിഹസിച്ചാൽ, അവന്റെ റസൂലിനെ പരിഹസിച്ചാൽ, ഖുർആനിനെ പരിഹസിച്ചാൽ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ പരിഹസിച്ചാൽ, ഇതെല്ലാം ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അയാൾ അത് ഹലാലായി കാണണമെന്നില്ല, ഇസ്തിഹ്ലാല് നിബന്ധനയില്ല. ഒരാൾ അള്ളാഹുവിനെ പരിഹസിച്ചാൽ നേരെ ദീനിന് പുറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു, റസൂലിന്റെ എന്തെങ്കിലുമൊക്കെ ഘടനകളെ പരിഹസിച്ചാൽ, ഇപ്പോൾ ഒരാൾ താടിയെ പരിഹസിക്കുന്ന സമയത്ത് റസൂലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ അത്തരം താടിയെ പരിഹസിച്ചത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു കട്ടിയുള്ള താടിയെ പരിഹസിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിയുള്ള താടിയായിരുന്നു, ഇടതൂർന്ന താടിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പരിഹസിച്ച അയാൾ കാഫിറായി പോകും. ഇനി അതല്ല, ഒരു വ്യക്തിയുടെ താടിയാണ് ഒരാൾ പരിഹസിച്ചതെന്ന് വിചാരിക്കുക. ഒരാളുടെ വ്യക്തി, നിന്റെ താടി എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ അത് ഹറാമായ കാര്യമാണ്. പരിഹാസം ദീനിൽ ഹറാമായ കാര്യമാണ്, ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന് മാത്രം. കാരണം ഒരു പ്രത്യേക വ്യക്തിയുടെ താടി മാത്രമാണ് അയാൾ പറഞ്ഞത്. പക്ഷെ മൊത്തത്തിൽ ദീനിന്റെ ചിഹ്നങ്ങളെ, താടിയെ ഒരാൾ പരിഹസിച്ചാലോ, അത് ദീനിന്റെ നിയമങ്ങളാണ് പരിഹസിച്ചാൽ കാഫിറായി പോകും. നിഖാബിനെ പരിഹസിച്ചാലോ, സ്ത്രീകളുടെ മുഖാവരണത്തെ ഒരാൾ പരിഹസിക്കുകയാണ്, അന്ന് ഈ കാലഘട്ടത്തിൽ യോജിക്കുകയില്ല. അവൻ അറിയാം ഇത് ദീനിലുള്ളതാണ്, അവൻ ദീനിൽ നിർബന്ധമാണെന്ന് വിശ്വസിക്കണമെന്നില്ല, ദീനിൽ മുസ്തഹബാണെന്നെങ്കിലും അവൻ അറിയാം. എന്നിട്ടാണ് അവൻ അതിനെ പരിഹസിക്കുന്നത് എങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതറിയാത്തത് കൊണ്ടാണ് തൗഹീദിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നത്, അല്ലെ? ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അത് ഇന്നുവരെ തിരുത്തിയിട്ടില്ല. മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന പാൻസുകൾ, സലഫികളെ കുറിച്ചിട്ട് സലഫികൾ വളരെ മുതശദ്ദിദുകളാണ്, അവർ അതിര് കവിഞ്ഞവരാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്, സലഫികളെ ആക്ഷേപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എഴുതി വിട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടെന്നോ അങ്ങനെയുള്ള വളരെ പരിഹാസം നിറഞ്ഞ വാക്കാണ് പറഞ്ഞത്. ഇപ്പൊ നിസ്ഫു സാഖ്, നെര്യാണിയുടെ കണങ്കാലിന്റെ മധ്യത്തിൽ ഒരാൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള രീതിയാണ്. അവന്റെ നാട്ടിൽ അത് തീർത്തും അങ്ങനെ ആരും ധരിക്കുന്നില്ല എങ്കിൽ അവന് നെര്യാണിക്ക് തൊട്ടുമുകളിൽ ധരിക്കാം. പക്ഷേ അതിനൊരാൾ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുഫറാകുന്ന കാര്യമാണ്. കാരണം ദീനിന്റെ ചിഹ്നമാണ്. അതുപോലെ ബാർബറുടെ കരങ്ങൾ തൊട്ടു തടവാത്ത, തഴുകാത്ത താടി രോമം സലഫികളെ പരിഹസിച്ചതാണ്. പക്ഷെ ആരാണ് അവൻ പരിഹസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി ഏതെങ്കിലും ബാർബർ ഒരു തവണയെങ്കിലും കട്ട് ചെയ്തതായി ഏതെങ്കിലും ഒരു രേഖയുണ്ടോ? ഹജ്ജിലോ ഉംറയിലോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താടി ഒരു തവണ പോലും മുറിച്ചതായി ഒരു ഹദീസിനും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാബികളിൽ ചിലർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഖിലാഫുള്ള ഒരു വിഷയമാണെന്ന് മാത്രം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചെയ്തതായി ഹദീസിൽ വന്നിട്ടില്ല. അപ്പോൾ ആ താടിയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ശരീഅത്തിന്റെ നിയമത്തെയാണ് അവൻ പരിഹസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ആ പരിഹാസം എത്തിച്ചേർന്നിട്ടുള്ളത്. കുഫ്റൻ കാര്യമാണ്. അതുപോലെ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്തെല്ലാം മോശമാണ് സഹോദരങ്ങളെ ഇത്തരത്തിൽ ഇസ്ലാഹികളാണെന്ന് വാദിക്കുന്ന ആളുകളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. റിഫ്സാദാണ്, ഫസാദാണ് അവർ ഉണ്ടാക്കുന്നത്, ഇസ്ലാഹല്ല. അതിനെ വളരെ മോശമായി പരിഹസിക്കുന്നത്, സമൂഹ മധ്യത്തിൽ അവ പരിഹസിക്കുകയും ആളുകൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ കുഫ്റൻ വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കുഫ്റൻ വാക്കുകളാണ്. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട തിന്മയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ദീനിന്റെ ഏത് ചിഹ്നമാകട്ടെ, ഒരു സുന്നത്താകട്ടെ, നിർബന്ധമാകണമെന്നൊന്നുമില്ല. താടി വളർത്തൽ നിർബന്ധമാണല്ലോ, അതുകൊണ്ടല്ല അത് അയാൾ കുഫ്റാണെന്ന് പറയുന്നത്. സുന്നത്താകട്ടെ, ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിനെ, അതും ഈ ജമാഅത്ത് ഇസ്ലാമി ഇതിൽ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് മോശമാക്കി ഈ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുഫ്റുകളും ഒരുമിപ്പിച്ചിട്ടുണ്ട്. മിസ്വാക്ക് ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്ക് കൊള്ളികൾ, അത് അങ്ങനെ പറഞ്ഞിട്ടും അതിനെ പരിഹസിച്ചത് കാണാൻ സാധിക്കും. ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. ഈ ഉമ്മത്തിന് പ്രയാസകരമായ ലൗലാ നശുക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാഹ്, ഈ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരവേളയിലും സിവാക്ക് ഉപയോഗിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒന്നും കൽപ്പിക്കാത്തത് കൊണ്ടാണ് അത് സുന്നത്തായി തീർന്നത്, അല്ലെങ്കിൽ നിർബന്ധമായി തീരുമായിരുന്നു. അത് സുന്നത്താണ്. അപ്പൊ ആ സുന്നത്തായ ഒരു കാര്യത്തെ പോലും ഒരാൾ പരിഹസിച്ചാൽ അത് കുഫ്റാണ്. അത് കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു വന്ന കുഫ്റാണ്. നിസ്സാരമായ ഒരു കാര്യമേ അല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ യുവാക്കൾക്കും ഇതുപോലെ അറിയാത്ത ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പലർക്കും ഇത് അറിയില്ല. തമാശക്ക് ദീനിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. നെര്യാണിന്റെ മേലിട്ട് എന്താണ് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ?
നിര്യാണിന് മുകളിലേക്ക് ഒരാൾ ധരിച്ചാൽ അങ്ങനെ പരിഹസിക്കുകയാണ്. എന്നാൽ അവൻ റോൾ മോഡലാക്കിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിര്യാണിക്ക് മുകളിൽ ഫാഷനായി കൊണ്ടുവന്നാൽ എല്ലാവർക്കും അത് യാതൊരു കുഴപ്പമില്ല, അപ്പോൾ ഒരു പ്രയാസമില്ല. താടി നീട്ടി വളർത്താൻ ഒരുപാട് പരിഹസിച്ചു. പിന്നീട് താടി ഒരു ഫാഷനായി തീർന്നപ്പോൾ വലിയ വലിയ മോഡലുകൾ താടി നീട്ടി വളർത്തിയപ്പോൾ വെസ്റ്റേൺ കൾച്ചറുകൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ താടി വളരാനുള്ള മരുന്നുകളാണ് പരുതുന്നത്. താടി വളർത്തിയാൽ ചൊറിച്ചൽ വരാതിരിക്കാൻ എന്തൊക്കെ ഷാമ്പു തേക്കണം, ഇതാണ് പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. താടി പിന്നെ അവന് പ്രയാസമില്ല. പിന്നെ താടിയുടെ പരിഹാസമൊക്കെ നിർത്തി. ഈ പറയുന്ന ചില ദീനിലേക്ക് ചേർത്തി പറയുന്ന ജമാഅത്തുകൾ, ചില സംഘടനകൾ അവരും നിർത്തി താടിയെ പരിഹസിച്ചു. കാരണം ഇപ്പം താടിയെ പരിഹസിച്ച ലിബറലുകൾക്കെതിരെയുള്ള പരിഹാസമായി ഇപ്പോൾ. നേരത്തെ താടിയെ പരിഹസിച്ച സലഫികൾ മാത്രമുള്ള പരിഹാസം. അതുകൊണ്ട് ഇപ്പം ആരും ഇപ്പൊ താടിയെ പരിഹസിക്കുന്നത് കാണുന്നില്ലല്ലോ. കാരണം ഇപ്പൊ എല്ലാവരും ട്രെൻഡും ഫാഷനും വലിയ സിനിമാ താരങ്ങളൊക്കെ താടി വെക്കുന്നവരായി തീർന്നിട്ടുണ്ട്. അതിപ്പോ താടിക്ക് പരിഹാസമല്ല. അപ്പൊ കാലത്തിനൊപ്പം മുന്നേറുക എന്ന രൂപത്തിൽ ദീനിൽ വരുന്ന കാര്യത്തെ പരിഹസിക്കുക എന്നുള്ളത് ചിലർക്ക് അങ്ങനെ പരിഹസിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ ഉയർന്നു പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ദീനിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടാവും, കാഫിറായി തീർന്നിട്ടുണ്ടാവും. നമുക്കത് കൃത്യമായി അറിയാത്തതുകൊണ്ട് ഒരാളുടെ പേര് നമ്മൾ കാഫിറാണെന്ന് പറയുന്നില്ല എന്ന് മാത്രം. അല്ല, കുഫർ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് കൊമ്പൊന്നും മുളക്കുകയില്ല. ഒരാൾ വാക്ക് പറഞ്ഞപ്പോൾ അയാൾ കാഫിറായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ട് കൊമ്പ് മുളച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമെന്നില്ല. അത് ഈമാൻ കുഫറിലെത്തിയിട്ടുണ്ടാവും. ഇത്തരം സംസാരങ്ങൾ കൊണ്ട് അവൻ കാഫിറായി തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിച്ചവർ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ചെറിയ ഹറാമൊന്നും അല്ല ചെയ്തത്. കള്ളു കുടിച്ചതിനേക്കാൾ വ്യഭിചരിച്ചതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് ദീനീ ചിഹ്നങ്ങളെ പരിഹസിക്കുക, അതിനെതിരെ മോശമായി സംസാരിക്കുക എന്നുള്ളത്. നോക്കൂ സഹോദരങ്ങൾ, ഈ ആയത്തിൽ ഇത് തെളിവായി അദ്ദേഹം കൊടുത്തത് കാണാം. വഖൗലില്ലാഹി തആല വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. സൂറത്തു അത്തൗബയിലെ ഒരായത്താണ്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് മദീനയിൽ നിന്ന് വളരെ ദൂരമുള്ള സ്ഥലമാണ് തബൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെന്താണ് പറഞ്ഞത്? അടുത്ത ഹദീസിൽ കാണാം. അതിനുശേഷം നോക്കി ആയത്തിലേക്ക് വരാം. ഇബ്നു ഉമർ കഅബ് വസൈദ് ഇബ്നു അസ്ലം വഖതാദ, 4 ആളുകളിൽ നിന്നാണ് ഈ പറയാൻ പോകുന്ന അസർ, ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഇബ്നു ഉമർ സഹാബിയാണ്. ബാക്കിയുള്ള മുഹമ്മദ് ബിൻ കഅബ്, വസൈദ് ബിൻ അസ്ലം, ഖതാദ എന്നിവർ താബിഈങ്ങളിൽപ്പെട്ടതാണ്. താബിഈങ്ങളിൽപ്പെട്ട ഹദീസുകളെ മുർസലുകൾ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാതെ താബിഈങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ മുർസലാണ്, ദഈഫിന്റെ ദുർബലമായ ഇനത്തിലാണ് പെടുക. പക്ഷെ ഇതിൽ സഹാബിയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉണ്ട്. അതുപോലെ തന്നെ സെയ്ദ് ബിൻ അസ്ലം എന്ന താബിഈ, അദ്ദേഹത്തിന്റെ റിവായത്തിൽ അദ്ദേഹം ഇടയിൽ ഇബ്നു ഉമറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഈ കാര്യം അത് സ്വഹീഹാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ മുസ്നദ് മിൻ അസ്ബാബിൻ നുസൂൽ, ഈ ആയത്തിന്റെ സബബുൻ നുസൂലായി അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുമുണ്ട്. എന്താണ് ഈ ഹദീസിലുള്ളത്? ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട് ദഖല ഹദീസു ബഅദിഹി ഫീ ബഅദ്, അതായത് ഒരുപാട് പ്രത്യേകിച്ച് ഒരു ചരിത്രമാകുന്ന സമയത്ത് ഓരോ റാവിയും വ്യത്യസ്ത രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം കൂടി ജംഅ് ചെയ്യുക എന്നുള്ളത് മുഹദ്ദിസുകൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളൊക്കെ അപ്രകാരം സ്വീകരിച്ചിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം അതുപോലെ ഈ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ എല്ലാം ഒരൊറ്റ ഹദീസിൽ നമുക്ക് കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ വ്യത്യസ്ത ഹദീസിൽ വന്ന കാര്യങ്ങളെല്ലാം ജംഅ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. ദഖല ഹദീസു ബഅദിഹി ഫീ ബഅദ്. എന്താണ് ആ ഹദീസിൽ വന്നിട്ടുള്ളത്? അന്നഹു ഖാല റജുലുൻ ഫീ ഗസ്വതി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൽ ഒരു വ്യക്തി അയാൾ പറഞ്ഞതാണ്, മുനാഫിഖാണ് എന്നുള്ളത് പിന്നീട് മനസ്സിലാവുകയാണ്. അയാൾ പറഞ്ഞു, മാ റഅയ്നാ മിസ്ല ഖുറാഇനാ ഹൗലായി അർഗബ ബുതുന വല അക്സബ അൽസുന വല അജ്ബന ഇൻദ ലിഖാ, യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുൽ ഖുറാ. ഇതിന്റെ റാവി പറയുന്നുണ്ട് ഇയാൾ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹിനെയും സഹാബത്തിനെയാണ്. എന്തൊക്കെ ആക്ഷേപമാണ് പറഞ്ഞിട്ടുള്ളത്? അയാൾ പറഞ്ഞു, മാ റഅയ്ന മിസ്ല ഖുറാഇ ഹൗല, ഈ പണ്ഡിതന്മാരെ പോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അർഗബ ബുതൂന, എപ്പോഴും വയറിന്റെ കാര്യത്തിൽ, അഥവാ തീറ്റക്കൊതിയന്മാരെന്നർത്ഥം, തീറ്റക്കൊതിയന്മാരായിട്ടുള്ള ഒരാൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല ഇവരെ പോലെ. ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അടങ്ങുന്ന ആളുകളെ കുറിച്ച്, അഹ്ലുൽ ഇൽമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തീറ്റക്കൊതിയന്മാരായ ഇവരെ പോലെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. വല അക്ദബ അൽസുന, വായെടുത്താൽ കളവ് പറയുന്ന ആൾക്കാർ. വല അജ്ബന ഇൻദ ലിഖാ, യുദ്ധമുഖത്ത് അങ്ങേറ്റം ഭീരുക്കളായ ആളുകൾ എന്ന രൂപത്തിലാണ് ഇയാൾ പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങൾ, ഇയാൾ പറഞ്ഞത് പരിഹാസമാണെന്ന് മാത്രമല്ല പച്ചക്കളവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച സന്ദർഭങ്ങൾ വളരെ കുറവാണ്.
അവരിൽ ചിലർ ജീവിതത്തിൽ മരണപ്പെടുന്നത് വരെ വയറ് നിറച്ച് നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള സഹാബത്തിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അതുപോലെ ഒരു സഹാബി പോലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കളവ് പറഞ്ഞതായി ഒരാൾക്ക് തെളിയിക്കാൻ സാധിക്കുകയില്ല. സഹാബികൾ ഒരാളും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സഹാബികൾ മുഴുവനും വിശ്വസ്തരാണ്. ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നിയമത്തിൽപ്പെട്ടതാണ്. സഹാബിയെ കുറിച്ചിട്ട് അയാൾ സ്വീകാര്യനാണോ അല്ലേ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല. അയാൾ സഹാബിയാണെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ബാക്കി താബിഈങ്ങൾ തൊട്ട് ഇങ്ങോട്ടാണ് പരമ്പരയിൽ പരിശോധന നടക്കുകയുള്ളൂ. സഹാബിയെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വല അജ്മന ഇൻദൽ ലിഖാ, യുദ്ധമുഖ തങ്ങേറ്റം വീരുവെന്ന ഒരിക്കലുമായിരുന്നില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, കുന്ന ഇദ അഹ്മറൽ ബഅസ്, യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ, വലഖിയൽ ഖൗമൽ ഖൗം, നമ്മൾ ശത്രുക്കളെ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ, ഇത്തഖൈനാ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പുറകിലാണ്, റസൂലുള്ളാഹിനെ ഒരു കവചം പോലെ ആക്കിയിട്ടാണ് നമ്മൾ നിന്നിരുന്നത് എന്നാണ്. ഫമാ യകൂനു മിന്നാ അഹദുൻ അദ്നാ മിനൽ ഖൗമി മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ശത്രുക്കൾ അടുത്ത് നിൽക്കുന്നതായി മറ്റൊരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്നിൽ പോയി ഞാനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത് എന്ന് കാണാൻ പറ്റും. അങ്ങേയറ്റം ധൈര്യശാലിയായിരുന്നു, ധീരനായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂലിനെയും ധീരരായ സ്വഹാബത്തിനെയും ബദറിലും മുഹദിലും ഒക്കെ സ്വഹാബികളുടെ ധീരത നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അവർ യാതൊരു ധീരതയിലും കുറവ് വന്നിട്ടില്ല. ഏതൊരു യുദ്ധത്തിലും സഹാബികൾ ധീരതയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള സഹാബിയെ കുറിച്ച് ഇയാൾ കളവും പറഞ്ഞു, പരിഹസിക്കുകയും ചെയ്തു. ഈ റാവി പറഞ്ഞതാണ് റസൂലുള്ളാഹിനെ സഹാബികളെ ഉദ്ദേശിച്ചത്. കാരണം റാവിക്കാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം റിവായത്ത് ചെയ്ത് അറിയുന്നത്. ഇയാൾ അള്ളാഹുവിന്റെ റസൂലിനെ സഹാബത്തിനെ ഉദ്ദേശിച്ചത്. ഫഖാല ലഹു ഔഫ് ബിൻ മാലിക്, ഔഫ് ബിൻ മാലിക് ഇത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, കദബ്ത, നീ കള്ളാണ് പറഞ്ഞത്. കാരണം ഇങ്ങനൊന്നും ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. വലാകിന്നക മുനാഫിഖ്, നീ വെറും കള്ളം പറഞ്ഞ പെരുങ്കള്ളനല്ല, നീ മുനാഫിഖാണ്. കാരണം ഒരു മുനാഫിക്കിനെ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. ലഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഞാനിത് അറിയിക്കുക തന്നെ ചെയ്യും എന്ന് ഔഫ് ബിൻ മാലിക് ഈ മുനാഫിക്കിനോട് പറയുകയാണ്. എന്നിട്ട് ഔഫ് ബിൻ മാലിക് പറയുകയാണ്, ഫസഹബ ഔഫ് ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്പം മാറിയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് ഇദ്ദേഹം പോയി അറിയിക്കാൻ, വിവരം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അദ്ദേഹം പറയാണ്, ഫവജദൽ ഖുർആന ഖദ് സബഖഹു, ഖുർആൻ എന്നെ മുൻകടന്നതായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു, വഹി മുഖേന അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവ സ്ഥലത്തില്ല, പക്ഷെ അല്ലാഹു തആല അറിയിച്ചു. ഫജാഅ ദാലിക റജുൽ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഇർതഹല വറകിബ നാഖത, ഈ പറഞ്ഞ പരിഹസിച്ച മുനാഫിഖ് അയാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വാഹനം എടുത്ത് വേഗം അങ്ങോട്ടേക്ക് നീങ്ങി റസൂലിനോട് ക്ഷമാപണം നടത്താൻ. ഫഖാല, അയാൾ ക്ഷമാപണം പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, നമ്മൾ കളി പറഞ്ഞതാണ്, ഇത് തമാശക്ക് പറഞ്ഞാണ്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞു എന്നല്ല, തമാശക്ക് പറഞ്ഞതാണ്. വനതഹദ്ദസു ഹദീസ റക്ബി നഖ്തഉ ബിഹി അന്ന ത്വരീഖ്, യാത്രാ ക്ലേശങ്ങളെ മുറിച്ചു കടക്കാൻ നമ്മളൊരു യാത്രയിൽ പറയുന്ന ഒരു വിശാലമായ വർത്താനൊക്കെ ഉണ്ടല്ലോ, കുറച്ച് തമാശ, കളി തമാശ, യാത്രയുടെ ക്ലേശങ്ങൾ കുറച്ച് കിട്ടാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ കാര്യമായി ഉദ്ദേശിച്ച് പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞു എന്നല്ല എന്നാണ് ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമാപണം പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് റാവി, അദ്ദേഹം പറയുന്നുണ്ട്, കഅന്നി അൻദുർ, അദ്ദേഹം ഉദ്ധരിക്കുന്ന സമയത്ത് പറയാണ്, കഅന്നി അൻദുർ, ഞാനിപ്പോ നോക്കിക്കാണുന്നത് പോലെയുണ്ട്, ഇലൈഹി മുതഅല്ലികൻ ബി നിസ്അതി നാഖത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നൽ ഹിജാറത ലതൻകുബു റിജ്ലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ അതിനെ പിടിക്കാനുള്ളൊരു കയറുണ്ട്, ഒരു പട്ട, ഒട്ടകത്തിന്റെ പട്ട. ആ പട്ടയിൽ ഇയാൾ ഇങ്ങനെ തൂങ്ങി പിടിക്കാൻ എന്തിനുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ടില്ല. ഇയാൾ ഇത് പറഞ്ഞപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗനിച്ചേയില്ല. അതുകൊണ്ട് തന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒട്ടകത്തിന്റെ കയർ ഇയാൾ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇയാളുടെ കാലിന് താഴെയുള്ള കല്ലിങ്ങനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇയാൾ കല്ലിങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇയാളുടെ കല്ലിങ്ങനെ തട്ടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ തന്നെ നിർത്തി കൊടുത്തിട്ടില്ല. വഹുവ യഖൂൽ, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളി പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്. ഫയഖൂലു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയാളുടെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആലയുടെ ആയത്ത് ഓതി കൊടുത്തു, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ റസൂലിനെ കുറിച്ചാണോ പരിഹസിക്കുന്നത്? നിനക്ക് പരിഹസിക്കാൻ വേറൊന്നും കിട്ടിയിട്ടില്ല. അള്ളാഹിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും ആണോ നീ പരിഹസിക്കുന്നത്? അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമാണോ പരിഹസിക്കുന്നത്? ഇബ്നു ഉമർ പറയുന്നു, മാ യൽതഫിതു ഇലൈഹി വമാ യസീദുഹു അലൈഹി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വേറൊന്നും അധികരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതിനാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഈ പരിഹാസമാണ് നടത്തിയിട്ടുള്ളത്.
ഈ പരിഹാസമാണ് നടത്തിയിട്ടുള്ളത്. എന്തൊക്കെ പരിഹാസം? തീറ്റ കൊതിയന്മാരാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഭീരുക്കളാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പെരുന്നുണയന്മാരാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള തമാശയായിട്ടാണ് അവർ പറഞ്ഞത്. അവർ തമാശയായിട്ടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിങ്ങൾ തമാശയായിട്ടുള്ള കാര്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആ തമാശയായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞാലും നീ വേണമെന്ന് വെച്ച് പറയണമെന്നൊന്നുമില്ല, തമാശയായിട്ട് പറഞ്ഞാലും അത് കുഫ്റാണ്. അങ്ങനെ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ളതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ തഅ്തദിറു, ഇനി ഒഴിവൊന്നും പറയണ്ട, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ കാഫിറായിരിക്കുന്നു. അപ്പോൾ ഇയാൾ മുനാഫിക്കാണല്ലോ. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ കുഫർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ഈമാൻ ഉള്ളതുപോലെയാണ് കാണിച്ചത്. ഇപ്പൊ നിങ്ങളുടെ കുഫർ ലാഹിറായി വ്യക്തമായിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത്, വലയിൻ സഅൽതഹും, അല്ലാഹു തആല നേരത്തെ വഹി കൊടുക്കുകയാണ്. കാരണം വലയിൻ സഅൽതഹും, അവർ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുൻ, അവർ നിന്നോട് ഇപ്രകാരം പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, അവർ വന്നിട്ട് പറയും നീ ഞാൻ വെറുതെ തമാശ കളിച്ചതാണെന്ന് പറയും. അതായത് ഈ സംഭവം അവിടെ സംഭവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ വഹി ഇപ്പുറത്തിറക്കുകയാണ്. അവരിപ്പോ വന്നിട്ട് ഇന്നാ കുന്നാ നഖൂദു വനൽഅബ് എന്ന് പറയും റസൂലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുൽ, നീ അപ്പോൾ അവരോട് പറയേണ്ടത്, ബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം കാഫിറായി പോയി എന്ന് മാത്രം പറഞ്ഞേക്ക് റസൂലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദീനിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിഹസിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുക, ഖുർആനിൽ വന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതിനെ പരിഹസിക്കുക, ഹദീസിൽ വന്ന സ്ഥിരപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരാൾ പരിഹസിക്കുക എന്നുള്ളത് അത് വൻപാവങ്ങളെക്കാളും വലിയ കുഫറാണത്. ഒരു വൻപാവം ചെയ്യുന്നതിന് പോലെയല്ല, കുഫറാണ്. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ നാവുകളും പ്രവൃത്തികളും അല്ലാഹുവിന്റെ തൃപ്തിയിൽ മാത്രമായി പ്രയോഗിക്കാൻ, ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.